Welcome to Homemade. ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്നും ഞാനൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് പേർക്കൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും, ചെയ്യാറുള്ളതായിരിക്കും, മുട്ട വെച്ചിട്ട് അവിയൽ ഉണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷാണ് മുട്ട അവിയൽ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. എപ്പോഴും മുട്ടക്കറി, മുട്ട ഓംലെറ്റ്, അങ്ങനെ നമ്മൾ പല പല റെസിപ്പീസ് നോക്കാറുണ്ട് മുട്ടയുടെ. അവിയൽ വെക്കുന്നത് കുറവായിരിക്കും പൊതുവെ. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് മുട്ട അവിയൽ കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള മുട്ട അവിയൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മുട്ട അവിയൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അവിയലിന് മാക്സിമം തേങ്ങ ചേർക്കണം. 1.5 തൊട്ട് 2 കപ്പ് വരെ നമുക്ക് തേങ്ങ ചേർക്കാം. ഞാൻ 7 മുട്ട വെച്ചിട്ട് അവിയൽ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മുട്ടയുടെ എണ്ണം കൂട്ടുമ്പോൾ തേങ്ങയുടെ എണ്ണം കൂട്ടണം. 1.5 തൊട്ട് 2 കപ്പ് വരെ തേങ്ങ ചിരകിയതെടുക്കാം. പിന്നെ അതിനകത്തേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകവും, പിന്നെ 1 ടീസ്പൂണോളം പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ അവിയലിന് നല്ല ജീരകം മാത്രമേ ചേർക്കാറുള്ളൂ, പെരിഞ്ജീരകം ചേർക്കാറില്ല. പക്ഷെ മുട്ട അവിയലിന് നമുക്ക് ഇച്ചിരി പെരിഞ്ജീരകം കൂടി ഇടുന്നതാണ് ടേസ്റ്റ്. പിന്നെ അതിൻ്റെ അടുത്തേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 8-10 ചുവന്നുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ മുളക് പൊടി അങ്ങനെ ഇടാറില്ല. കൂടുതലും നല്ലത് വറ്റൽമുളക്, ഉണക്കമുളക് ചേർക്കുന്നതാണ്. 2-3 ഉണക്കമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും കൂടെ നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. അധികം അരഞ്ഞു പോകാത്ത രീതിയിൽ ചതച്ചെടുക്കുക. പിന്നെ വറ്റൽമുളക് വേണ്ട എന്നുള്ളവർക്ക് മുളക് പൊടിയാണെങ്കിലും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഇനി നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഇനി വേണ്ടത് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ചെറിയ ഉരുളക്കിഴങ്ങ് നീളത്തിൽ, നമ്മൾ അവിയലിന് അരിയുന്ന ആ ഒരു വലിപ്പത്തിൽ ഉരുളക്കിഴങ്ങ് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ 1-2 തക്കാളി ചേർക്കാം. പുളി കൂടുതൽ ആവശ്യമുള്ളവർക്ക് 2 തക്കാളി ചേർക്കാം. ഞാനിത് ഒരു വലിയ തക്കാളി ആയതുകൊണ്ട് ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. ചെറിയ തക്കാളി ആണെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം വരെ ചേർക്കാം. ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങൾ ചേർക്കാം. വേണമെങ്കിൽ പടവലങ്ങയോ ക്യാരറ്റോ ഒക്കെ വേണേൽ ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. ഉരുളക്കിഴങ്ങും മുരിങ്ങക്കായും തക്കാളിയും ചേർക്കാതിരിക്കരുത്. പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒരു 1-1.5 കപ്പോളം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒരു 1 തൊട്ട് 1.5 കപ്പ് വരെ ആകാം. കാരണം ഈ കഷ്ണങ്ങൾ ഇതിനകത്ത് കിടന്ന് ഒന്ന് വെന്ത് വരേണ്ടതാണ്. അത് കഴിഞ്ഞ് ഒരല്പം കുഴഞ്ഞ അവിയലാണ്, കൂടുതൽ കുഴഞ്ഞ അവിയലാണ് താല്പര്യമുള്ളവർക്ക് 1.5 കപ്പ് വരെ ചേർക്കാം. അതല്ല ഇത്തിരി ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കുന്ന അവിയലാണ് ഇഷ്ടമുള്ളവർക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കഷ്ണങ്ങൾ ഒരു 1/4 ഭാഗം വേവാവുന്നവരെ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. ഈ കഷ്ണങ്ങളൊന്നും അങ്ങനെ വലിയ വേവുള്ള കഷ്ണങ്ങളല്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒത്തിരി വെന്ത് ഉടഞ്ഞു പോകുന്നതിന് മുന്നേ തുറക്കണം, കാരണം നമ്മളിത് അരപ്പ് ചേർത്തിട്ട് ഒന്നുകൂടെ വേവിക്കുന്നതാണ്. ഒരു 1/4 ഭാഗം വേവായി. കഷ്ണങ്ങൾ ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ചെറുതായിട്ടൊന്ന് വിട്ട് വരുന്നുണ്ടെങ്കിൽ അത്രയും നേരം മൂടി വെച്ച് വേവിച്ചാൽ മതിയാവും. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു വയ്ക്കാം. ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിയലിനെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചതച്ച് ഒതുക്കിയെടുത്താൽ മതി. ജസ്റ്റ് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ അരപ്പിനകത്തേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഉപ്പ് പോരെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി 1-2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ അവിയലിന് ഏറ്റവും അവസാനമാണ് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർക്കുന്നത്. പക്ഷെ മുട്ട അവിയലിന് അങ്ങനെയല്ല, നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. കാരണം മുട്ട ചേർത്തതിന് ശേഷം നമുക്ക് അധികം കുത്തി ഇളക്കാൻ പറ്റില്ല, മുട്ട പൊടിഞ്ഞു പോവും. അപ്പോൾ ഈ സമയത്ത് അരപ്പ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണയും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നടുക്ക് വശത്തുള്ള ആ ഒരു കഷ്ണങ്ങളെല്ലാം നമുക്കൊന്ന് സൈഡിലേക്ക് ഒതുക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ സെൻറ്ററിലേക്ക് പുഴുങ്ങി 2ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ഞാനൊരു 7 മുട്ട എടുത്തിട്ടുണ്ട്. 7 മുട്ട പുഴുങ്ങിയിട്ട് 2ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4ആയിട്ട് നീളത്തിൽ മുറിക്കാം. സാധാരണ അവിയലിന് 4ആയിട്ട് മുറിക്കാറുണ്ട്. അപ്പോൾ പിന്നെ അത് ഒന്ന് ഉള്ളിൽ നിന്ന് ആ ഒരു എല്ലാം വിട്ട് കുഴഞ്ഞു പോകുന്ന പോലെ തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 2ആയിട്ട് മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നടുക്കുള്ള ആ ഒരു ഗ്യാപ്പിലേക്ക് നമുക്ക് ഈ മുട്ടയെല്ലാം നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം പുറമേയുള്ള ആ ഒരു അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം അരപ്പും എല്ലാം ആ മുട്ടയുടെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കണം. മുട്ട അവിയലിന് മുട്ട ചേർത്ത് കഴിഞ്ഞാൽ അധികം കുത്തി ഇളക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങളൊക്കെയാണ് ഈ അവിയലിനുള്ളത്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ മുട്ട വെച്ചതിന് ശേഷം മുകളിലേക്ക് അരപ്പും കഷ്ണങ്ങളും എല്ലാം പൊത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കുക. അപ്പോൾ അരപ്പിൻ്റെ പച്ചമണമെല്ലാം മാറി അരപ്പെല്ലാം മുട്ടയിലേക്ക് പിടിച്ചു കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഴഞ്ഞിരിക്കണമെന്നാണ് താല്പര്യമെങ്കിൽ ഒരല്പം വെള്ളം ഈ സമയത്ത് അതിൻ്റെ സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ആവി കയറ്റിയെടുക്കാം. അപ്പോഴേക്കും മുട്ടയുടെ പീസിലേക്ക് എല്ലാം അരപ്പെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റായി കിട്ടും. ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റും എല്ലാം നല്ലൊരു മണമാണ് ഇത് തുറക്കുമ്പോൾ വരുന്നത്. വെളിച്ചെണ്ണയുടെ മണം എല്ലാം നമുക്ക് വരും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയലാണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മുട്ട അവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ നമുക്ക് വെറൈറ്റി റെസിപ്പികളുമായി വീണ്ടും കാണാം. താങ്ക്